Hi everybody. Myself Dr. Abbas Fatoli, Assistant Professor, Amal College of Advanced Studies, നിലമ്പൂർ. നമ്മൾ വീട്ടിലും ഓഫീസിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള 5 ടൂൾസ് അല്ലെങ്കിൽ ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വണ് ഓട്ടോ സം എന്നുള്ളതാണ്. സെക്കൻഡ് ഫോർമാറ്റ് പെയിന്റർ. തേർഡ് പേസ്റ്റ് ട്രാൻസ്പോസ്. ഫോർത്ത് വൺ മെർജ് ടെക്സ്റ്റ്. ഫിഫ്ത്ത് ടെക്സ്റ്റ് ടു കോളംസ്. അപ്പോൾ ഓട്ടോ സം നോക്കാം. ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ്. 5 സെയിൽസ്മാൻമാരുടെ 3 മാസത്തെ സെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. പക്ഷെ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് മൈക്രോസോഫ്റ്റിൽ തന്നെ ഹോം ടാബിലകത്തുള്ള ഓട്ടോ സം എന്ന് പറയുന്നത്. അതിൽ സം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫോർമുല അവിടെ വരും. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സം ആയി. ഇതിന് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫിൽ ഹാൻഡിൽ ഉണ്ട്. ഈ ഫിൽ ഹാൻഡിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫോർമുല താഴേക്കൊക്കെ കോപ്പി ആവും. അപ്പോൾ എല്ലാത്തിൻ്റെയും മന്ത്ലി സെയിൽസ് ടോട്ടൽ ചെയ്തിട്ട് വരും. സം ചെയ്യുന്ന പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ആവറേജ് വേണമെങ്കിലും അതും ഇതിനകത്തുണ്ട്. ഫംഗ്ഷൻ ഒന്നും കൊടുക്കാതെ ആവറേജ് സെലക്ട് ചെയ്യുന്നു. പക്ഷേ സെലക്ഷൻ ഈ ടോട്ടൽ വരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഈ 3 മാസം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക മൗസ് കൊണ്ട്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ 3 മാസത്തെ സെയിൽസിൻ്റെ ആവറേജ്, അലക്സിൻ്റെ ആവറേജ് കിട്ടും. ഈ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുകയോ ചെയ്താൽ ആ ഫോർമുല നമുക്ക് താഴേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ താഴെ വരെ ആ റിസൾട്ട് കിട്ടും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓട്ടോ സം എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പല കാര്യങ്ങൾക്കും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഓട്ടോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ. 2 ഫോർമാറ്റ് പെയിന്റർ. ഇതേ സെയിൽസ് റിപ്പോർട്ട് തന്നെയാണുള്ളത്. ഇതിൽ നമുക്ക് ഇപ്പോൾ സെയിൽസ് 25,000 മുകളിലുള്ള സെയിൽസുകൾ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യണം എന്ന്. 25,000 മുകളിലുള്ള സെയിൽസുകൾ ഫോർമാറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ ഇതിനൊരു ഓൾറെഡി ഞാനൊരു ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കളർ റെഡ് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് മാത്രം, എമൗണ്ട് കോപ്പി ചെയ്യേണ്ട, ഫോർമാറ്റ് മാത്രം നമ്മൾ കോപ്പി ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിൽ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കാം. ഒരൊറ്റ സ്ഥലത്തെ പേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഈ ഹോം ടാബിലെ ഫോർമാറ്റ് പെയിന്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സപ്പോസ് നമുക്ക് 25,000 മുകളിൽ എന്നുള്ള രീതിയിൽ 30,000 ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ഫോർമാറ്റ് മാത്രം ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെയാണെങ്കിൽ കോപ്പി ചെയ്യുള്ളൂ. ഒന്നിലധികം തവണ വേണമെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഫോർമാറ്റ് പെയിന്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റ് പെയിന്ററിന്റെ സിമ്പിൾ എവിടെ ഈ മൗസ് പോയിന്ററുടെ കൂടെ കാണാൻ പറ്റും. നമ്മൾ എവിടെയെല്ലാം ഇത് ക്ലിക്ക് ചെയ്യുക അവിടെയൊക്കെ ഇത് പേസ്റ്റ് ആക്കും. ഇതാ 35,000 ഇവിടെ പേസ്റ്റ് ചെയ്തു, ഇവിടെ 40,000 പേസ്റ്റ് ചെയ്തു, ദെൻ 40,000, അങ്ങനെ ഏത് എമൗണ്ടിൽ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫോർമാറ്റ് അതുപോലെ പേസ്റ്റ് ചെയ്യും. ഇവിടെ എന്തെല്ലാം ഫോർമാറ്റ് ഉണ്ടായിരുന്നോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങൾ ഒരു ഹെഡിങ്ങിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് നിങ്ങൾ ഓൾറെഡി ഡിസൈൻ ചെയ്താൽ പിന്നീട് ആ ഫോർമാറ്റ് മറ്റുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് ഒന്നിലധികം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് റിലീസ് ആക്കാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള കമാൻഡിൽ നിന്ന് റിലീസ് ആവും. തേർഡ് വൺ ആണ് ട്രാൻസ്പോസ് പേസ്റ്റ് എന്നത്. പേസ്റ്റ് ട്രാൻസ്പോസ്. ഇപ്പോൾ ഈ എക്സൽ ഷീറ്റ് നോക്കുക. ഇതിൽ സെയിൽസ്മാന്റെ പേര് ഇങ്ങനെ താഴേക്ക്, പിന്നെ ഓരോ മാസത്തെ സെയിൽസ് ആണുള്ളത്. ഇതിന് നേരെ ട്രാൻസ്പോസ് ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഡാറ്റനെ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് പേസ്റ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ വരും. ഇത് നോക്കിയ പേര് 1, 2 അങ്ങനെ അലക്സ് ഇങ്ങനെ പേര് നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ റോ വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ മന്ത് ഇങ്ങനെ കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, റോ വൈസ് എന്നുള്ളതിനെ നമുക്ക് കോളം വൈസ് ആക്കാം. കോളം വൈസിൽ തന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, റോ വൈസിലേക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് മെർജ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മെർജ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നാണ് കൊടുത്തുള്ളത്. നമുക്ക് ഈ ആൾക്കാരുടെ എല്ലാവർക്കും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. നമ്മൾ കൊടുക്കാൻ പോകുന്ന പാസ്വേഡ് എന്താ വെച്ചാൽ ഫസ്റ്റ് നെയിമിന്റെ കൂടെ 1, 2, 3 ആഡ് ചെയ്യുക എന്നുള്ളതാണ് പാസ്വേഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും ടൈപ്പ് ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്തിട്ട് അത് ചെയ്യാം. അതിന് ആൻഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈക്വൽ ടു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്തിരുന്നു, ദെൻ ആൻഡ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3 എന്ന് അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 1, 2, 3 എന്ന് വരും. ഇത് ഓട്ടോമാറ്റിക്കലി ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും അത് കോപ്പി ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം ഓരോ ആൾക്കാരുടെ ഫസ്റ്റ് നെയിം അതിൻ്റെ കൂടെ 1, 2, 3 കൂടി ടൈപ്പ് ചെയ്യും. അതിനാണ് മെർജ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന്റെ കൂടെ പ്രിഫിക്സ് ചെയ്യുക, സഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി മെർജ് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഇത് രണ്ടും കൂടി മെർജ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നാണ്. നമുക്ക് അതിന് പകരം ഫുൾ നെയിം ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം, ആൻഡ് എന്നുള്ളത്.
ഇത് വേണം. ദെൻ ആൻഡ് എന്ന് കൊടുക്കുക. പേര് കഴിഞ്ഞൊരു സ്പേസ് വേണ്ടതുകൊണ്ട് നമുക്ക് ഡബിൾ ഇൻവേർട്ടർ കോമയിൽ ഒരു സ്പേസും ടൈപ്പ് ചെയ്യാം. ദെൻ വീണ്ടും ആൻഡ് കൊടുക്കുക, നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ അലക്സ് മാത്യു എന്ന് രണ്ടെണ്ണത്തിൽ അലക്സ് മാത്യു എന്ന് ഒരുമിച്ച് വരും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആൻഡ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിഫിക്സ് സഫിക്സ് പോലത്തെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 2 സെല്ലിൽ കിടക്കുന്ന ടെക്സ്റ്റുകളെ ഒരുമിച്ച് മെർജ് ചെയ്തിട്ട് എടുക്കാം. ദെൻ ലാസ്റ്റ് ടെക്സ്റ്റ് ടു കോളംസ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ നേരെ റിവേഴ്സ്. നമുക്ക് ഫുൾ നെയിം ആണ് തന്നുള്ളത്, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡേറ്റ എന്നുള്ള ടാബിൽ ഉണ്ടെന്ന് ടെക്സ്റ്റ് ടു കോളംസ് എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഡിഫോൾട്ട് ഡീലിമിറ്റഡ് എന്ന് വരുന്നുണ്ട്, അതേപോലെ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് സ്പേസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ സ്പേസ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ അപ്പോൾ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, അലക്സ് മാത്യു എന്നാവുന്നു കാണിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇത് എവിടെയാണ് ഇത് വരേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുന്നത്, ഈ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഡെസ്റ്റിനേഷൻ ഞാൻ തൽക്കാലം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫിനിഷ് എന്ന് കൊടുത്താൽ നമുക്കറിയാം ഓൾറെഡി യു വാണ്ട് ടു റീപ്ലേസ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അലക്സ് മാത്യു മുഹമ്മദ് ഹുസൈൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമായിട്ടുള്ള 5 ചെറിയ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് ഞാൻ പരിചയപ്പെടുത്തി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.